ഇനി പോകുന്നത് തൃക്കാക്കരയിലേക്കാണ്. അവിടെ അഴിമതി കേസ് പ്രതിയുടെ പുനർനിയമനത്തിൽ തൃക്കാക്കര നഗരസഭയിൽ വീണ്ടും വിവാദം പുകയുകയാണ്. പണക്കിഴി വിജിലൻസ് കേസിൽ പ്രതിയായ യു പ്രകാശ് കുമാറിനെ വീണ്ടും തൃക്കാക്കര നഗരസഭയിൽ നിയമിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. നഗരസഭാ സൂപ്രണ്ടായാണ് പ്രകാശ് കുമാറിന്റെ നിയമനം. തൃക്കാക്കര നഗരസഭയിൽ ഏറെ വിവാദമായ പണക്കിഴി കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. നിലവിൽ പന്തളം മുനിസിപ്പാലിറ്റിയിലുള്ള യു പ്രകാശ് കുമാറിനെ തൃക്കാക്കര നഗരസഭയിലെ പുതിയ സൂപ്രണ്ടായി നിയമിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. നിലവിലെ തൃക്കാക്കര നഗരസഭാ സൂപ്രണ്ട് ശാലിനി സാമിനെ മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. 2021 തൃക്കാക്കരയിലെ മുൻ UDF ഭരണസമിതിയുടെ കാലത്തുണ്ടായ പണക്കിഴി വിവാദമാണ് കേസിനാസ്പദമായ സംഭവം. ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ, അന്ന് റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന യു പ്രകാശ് കുമാർ എന്നിവർ ചേർന്ന് സാമ്പത്തിക ക്രമക്കേട് കാട്ടിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡും ചെയ്തതാണ്. തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപള്ളിയുടെ നേതൃത്വത്തിലാണ് വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ വീണ്ടും എത്തിച്ചതെന്നാണ് സൂചന. പണക്കിഴി വിവാദം ഉൾപ്പെടെയുള്ള വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് BDJS നേരത്തെ രംഗത്തെത്തിയിരുന്നു. ജനം, കൊച്ചി.